അപ്പം നമ്മുടെ പിള്ളേരും നമ്മുടെ ചേട്ടനെ കൂടി ശബരിമലയിൽ പോവാണ്. അപ്പം നമ്മൾ ഈ ശബരിമലയിലുള്ള അയ്യപ്പനെ ആരാന്നറിയോ? ശിവന്റെയും വിഷ്ണുവിൻ്റെയും, അതായത് മോഹിനി പുത്രനായിട്ട് ജനിച്ച ഒരു പയ്യനാണ് അയ്യപ്പൻ. എങ്ങനെയാണ് നമ്മൾ ശബരിമലയിൽ ആരാധിക്കുന്ന അയ്യപ്പനെ നമ്മൾ അറിയപ്പെടുന്നത്? കേരളത്തിലെ പന്തളം രാജകുമാരനായി അവതരിച്ച യോദ്ധാവാണ് അയ്യപ്പൻ്റെ ഐതിഹ്യം. ധർമ്മശാസ്താവ് എന്നറിയപ്പെടുന്ന അയ്യപ്പൻ്റെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമല. കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഒരു പ്രധാന ഹൈന്ദവ മൂർത്തിയാണ് അയ്യപ്പൻ അഥവാ ശാസ്താവ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും മഹാവിഷ്ണുവിൻ്റെയും സ്ത്രീരൂപമായ മോഹിനിയുടെയും മകനായ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. അയ്യപ്പനൊരു യോദ്ധാവാണ്. ധർമ്മത്തോടുള്ള സന്യാസഭക്തി, ധാർമ്മികവും ശരിയായതുമായ ജീവിത രീതി എന്നിവയാൽ ബഹുമാനിക്കപ്പെടുന്നു. ഒരു ബംഗാൾ കടുവയുടെ സവാരി ചെയ്യുന്നതോ അരികിലോ വില്ലും അമ്പും പിടിച്ചു നിൽക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹത്തിന് സാധാരണയായി നമ്മൾ കാണുന്ന ഒരു അവതാരം. ശബരിമല ക്ഷേത്രം. പെരിയാർ കടുവ സങ്കേതത്തിൽ 18 കുന്നുകളാൽ ചുറ്റപ്പെട്ട ശബരിമലയിലെ ധർമ്മശാസ്ത ക്ഷേത്രമാണ് പ്രധാന ആരാധനാ കേന്ദ്രം. പ്രത്യേകത എന്തൊക്കെയാണ്? മണ്ഡലപൂജ, അതായത് ഡിസംബർ നവംബർ മാസങ്ങളിൽ, മകരവിളക്ക് ജനുവരിയിൽ സമയത്താണ് കൂടുതൽ ഭക്തരെത്തുന്നത്. ഇരുമുടിക്കെട്ടുമായി നഗ്നപാതരായിട്ടാണ് മല കയറുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വാവർ സ്വാമി, അയ്യപ്പൻ്റെ അംഗരക്ഷകനായിരുന്ന മുസ്ലിം യോദ്ധാവാണ് വാവർ. ശബരിമലയിലെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി വാവർ സ്വാമിക്ക് ക്ഷേത്രത്തിനടുത്ത് പ്രത്യേക സ്ഥാനമുണ്ട്. പിന്നെ തൈക്കാട് അയ്യാസ്വാമി, അയ്യപ്പനുമായി ബന്ധമില്ലെങ്കിലും സ്വാമി വിവേകാനന്ദൻ, നാരായണഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവയുടെ ഗുരുവായ തൈക്കാട് അയ്യാസ്വാമിയെക്കുറിച്ച് വിവരങ്ങൾ വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരുനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം. പിന്നെ അയ്യപ്പസ്വാമി ജനനവും ചരിത്രവും മധുര, തിരുനെൽവേലി, രാമനാഥപുരം എന്നിവിടങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന തിരുമല നായ്ക്കരാർ പുറത്താക്കപ്പെട്ട പാണ്ഡ്യ രാജാവിൻ്റെ അംഗങ്ങൾ വള്ളിയൂർ, തെങ്കാശി, ചെങ്കോട്ട. പിന്നെ നമ്മൾ അയ്യപ്പസ്വാമി ഹിന്ദു മതത്തിലെ ശക്തനും രൂപാന്തരപ്പെടുത്തുന്നതുമായ ഒരു ദേവനായ ഭഗവാൻ അയ്യപ്പസ്വാമിയെ കുറിച്ച് നമ്മുടെ TV സീരിയലിലൊക്കെ പല എപ്പിസോഡുകളായിട്ട് ഭഗവാൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ കുറേ സ്വാമി കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യപ്പസ്വാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അയ്യപ്പൻ്റെ അംഗരക്ഷകനും ഒരു ഉത്തമിത്രവുമായിരുന്നു ഒരു മുസ്ലിം യോദ്ധാവായ വാവർ സ്വാമി എന്നറിയപ്പെടുന്നു. വാവരെ കുറിച്ച് അയ്യപ്പനെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് വാമൊഴി പ്രതീക്ഷിച്ച ശാസ്താപാട്ടുകളിൽ നിന്നും ശ്രീ ഭൂതനാഥ്യോന്യ പ്രഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്നുമാണ്. ശാസ്താപാട്ടുകളിൽ അയ്യപ്പൻ്റെ ഉത്തമിത്രമായ വാവർ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ശ്രീഭൂതനാഥോ വ്യാകരത്തിൽ വാപരൻ എന്ന പേരിൽ അയ്യപ്പൻ്റെ അംഗരക്ഷകനായി വാവർ ചിത്രീകരിക്കപ്പെടുന്നു. ഇവർ രണ്ടു പേരാണെന്നുള്ള വാദവും ഉണ്ട്. അയ്യപ്പൻ്റെ മതസൗഹാർദ്ദ ഭൂപടത്തിൽ വലിയ സ്ഥാനമാണ് വാവർക്കും അയ്യപ്പനും ഉള്ളത്. വാവർ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു. ചില പാട്ടുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിദയാലവും നല്ല മനസ്സിനുടമയായിരുന്നു എന്നും പറയപ്പെടുന്നു. പന്തളം രാജാവിന് അവകാശമുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കടൽ വഴി കച്ചവടം നടത്തുന്നതിന് രാജാവിന് കപ്പം കൊടുക്കണമായിരുന്നു. എന്നാൽ അറബി നാടുകളിൽ നിന്ന് വന്ന ചിലർ കപ്പം നൽകാൻ വിസമ്മതിച്ചു. വാവർ ആയിരുന്നു അതിൽ പ്രമുഖർ. പന്തളം രാജാവിൻ്റെ അനുമതിയോടെ വാവരെ എതിരിടാൻ വന്നു ചെന്ന അയ്യപ്പൻ വാവരെ പരാജയപ്പെടുത്തി. അയ്യപ്പൻ്റെ ദൈവികത്വം തിരിച്ചറിഞ്ഞ വാവർ സന്തത സഹചാരിയായി അയ്യപ്പനൊപ്പം കൂടുകയായിരുന്നു എന്നാണ് ചില അയ്യപ്പൻ പാട്ടുകളിൽ കാണപ്പെടുന്നത്. അയ്യപ്പനോട്
യുദ്ധം ചെയ്ത് സന്ധി വഴങ്ങിയ ശേഷം വിശ്വസ്ത സുഹൃത്തായി മാറിയ വാവരെയാണ് ശാസ്താംപാട്ടുകളിൽ കാണാൻ കഴിയുന്നത്. അയ്യപ്പൻ കുതിരപ്പുറത്തേറിയും വാവർ ആനപ്പുറത്തേറിയുമാണ് യുദ്ധം ചെയ്തതെന്നാണ് പാട്ടുകളിൽ പറയപ്പെടുന്നത്. ഇവർ തുല്യ ശക്തികളായിരുന്നുവെന്നും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാനാവാതെ വന്നപ്പോൾ സന്ധി ചെയ്യുകയായിരുന്നുവെന്നും ചില പരാമർശങ്ങൾ കാണുന്നുണ്ട്. കപ്പലോട്ടക്കാരനായ വാവർ കപ്പം തരാത്തതാൽ പ്രകോപിതനായ അയ്യപ്പൻ വാവരുടെ കപ്പലിന്റെ പായ്മരങ്ങൾ ഒടിച്ചു കളഞ്ഞുവെന്നും ഭയപ്പെട്ട വാവർ തന്റെ കൈവളകൾ ഊരി കപ്പം നൽകിയെന്നും ചില ശാസ്താംപാട്ടുകളിൽ കാണുന്നു. അയ്യപ്പൻ വിളക്കിന്റെ വാവരാങ്ക എന്ന ശാസ്താംപാട്ട് പാടി അവതരിപ്പിക്കാറുണ്ട്. ഇത് അയ്യപ്പനും വാവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാടകാവിഷ്കാരമാണ്. ഇതിൽ വാവരുടെ വേഷം ലുങ്കി, പച്ചത്തൊപ്പി, ബെൽറ്റ് എന്നിവയാണ്. വാവർ സ്വാമി അതായത് അയ്യപ്പനെ കുറിച്ച് പരാമർശിച്ചുള്ള കിളിപ്പാട്ട് രീതിയിൽ രചിക്കപ്പെട്ട ഒരു പുരാതന കാവ്യമാണ് ശ്രീഭൂതനാഥോപാഖ്യാനം. കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവാണ് ഈ ഗ്രന്ഥം രചിച്ചത്. എന്നാൽ ഇത് അയ്യപ്പ കഥയുടെ മൂലകൃതിയല്ലെന്നും അത് സംസ്കൃതത്തിലാണെന്നും ഒരു വാദമുണ്ട്. ഇങ്ങനെ വാബരൻ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായത് വാവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. മഹിഷീനി നിഗ്രഹം കഴിഞ്ഞ് പന്തളത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്ന അയ്യപ്പൻ തന്റെ സംഘാംഗമായ വാവരെ വിളിച്ച് ഒരു വഴി കടന്നു പോകുന്നവർക്ക് ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതെ നോക്കാൻ നിർദ്ദേശിച്ചു. തന്റെ അവതാരോദ്ദേശം നിറവേറ്റിയ അയ്യപ്പന് ക്ഷേത്രം നിർമ്മിച്ചു നൽകിയ പന്തളത്ത് രാജാവ് വാബരന് എരുമേലിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തതായി ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം ഒരു വാവർ ക്ഷേത്രം പണികഴിപ്പിച്ചു. വാവരെ കുറിച്ച് അങ്ങനെ നിറയെ കാര്യങ്ങളുണ്ട്. നൈനാർ ജുമാ മസ്ജിദ് എരുമേലിയിലെ വാവർ പള്ളി പന്തളത്ത് രാജാവ് പണികഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ ആരാധന നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ആരാധനാലയം ഒരുപക്ഷെ ഇത് മാത്രമായിരിക്കും. കുരുമുളകാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. അയ്യപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഒരു പ്രധാന ഹൈന്ദവ മൂർത്തിയാണ് അയ്യപ്പൻ അഥവാ ശാസ്താവ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും സ്ത്രീരൂപമായ മോഹിനിയുടെയും മകനായ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പൻ എന്ന വിശ്വാസം. പന്തള രാജകുമാരനായ അയ്യപ്പൻ അഥവാ മണികണ്ഠൻ ശബരിമലയിൽ വെച്ച് ശാസ്താവിൽ ലയിച്ചു ചേർന്നു എന്നാണ് വിശ്വാസം. ശബരിമല ആദിവാസികളായ മലയര ദ്രാവിഡ ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ബൗദ്ധ ക്ഷേത്രമായെന്നും പിന്നീട് ഹൈന്ദവ ക്ഷേത്രമായി മാറിയെന്നും അഭിപ്രായപ്പെടുന്നു. ശാസ്താവ് ഒരു പുരാതന ദ്രാവിഡ ഗോത്ര ദൈവമായിരുന്നു. സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അയ്യപ്പൻ ശാസ്താവിനെ സമന്തഭദ്ര ബോധിസത്വനായിട്ടാണ് കണക്കാക്കുന്നത്. കേസരി ബാലകൃഷ്ണ പിള്ളയാകട്ടെ അവലോകിതേശ്വര ബോധിസത്വനായും മഹായാന ബുദ്ധക്കാരുടെ വിശ്വാസപ്രകാരം സമന്ത്രഭദ്ര ബോധിസത്വത്തിന്റെ കടമ അതത് നാടുകളിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. പക്ഷേ ഈ വിശ്വാസങ്ങൾ ഭാരതീയ വിശ്വാസത്തിലും ഗോത്ര ആരാധനകളിലും ഉണ്ട്. ശാസ്താവിനെ ദേശദൈവം, കുലദൈവം, കാവൽ ദൈവം എന്നീ രീതിയിൽ ആരാധിക്കാറുണ്ട്. കേരളത്തിലെ കാത്തുരക്ഷിക്കുന്ന മൂർത്തിയാണ് ശാസ്താവ് എന്നാണ് വിശ്വസിക്കുന്നത്. ഓരോ ദേശത്തിനും ഓരോ ശാസ്താസങ്കല്പം ഉണ്ടായിരിക്കും. ഈ ശാസ്താസങ്കല്പം മരത്തിന് ചുവട്ടിലോ കാവലുകളിലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ശബരിമല അയ്യപ്പനല്ല ഈ ശാസ്താവ്. 2 ഭാര്യമാരുള്ള ശാസ്താസങ്കല്പം ഉണ്ട്. ഈ സങ്കല്പം പൂർണ്ണ പുഷ്പകല സമേത ശാസ്താവ് എന്നറിയപ്പെടുന്നു. കൂടാതെ ഒരു ഭാര്യയും ഒരു പുത്രനുമുള്ള ശാസ്താവിൻ്റെ സങ്കല്പവുമുണ്ട്. പ്രഭ സത്യക സമേതനായ ശാസ്താവ്. പ്രഭ എന്ന ഭാര്യയും സത്യകൻ എന്ന മകനുമുള്ള ഈ ശാസ്താവിനെയാണ് ചമ്രവട്ടം അതായത് ശംഭരിവട്ടം ശാസ്താവ് എന്ന്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം എന്ന സ്ഥലത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ചമ്രവട്ടം ശാസ്താക്ഷേത്രം ഉള്ളത്. ശാസ്താവിനെ കളംപാട്ട് നടത്തുന്നത് പ്രാദേശിക ശാസ്താവിനാണ്, അല്ലാതെ ശബരിമല അയ്യപ്പനല്ല. ഗൃഹത്തിൻ്റെയും നാടിൻ്റെയും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും നല്ല വിളവ് ലഭിക്കുന്നതിനും മഴ ലഭിക്കാനും അതിവർഷം ഉണ്ടാകാതിരിക്കാനും ദുരിതങ്ങൾ മാറാനും ശ്രേയസ്സിനും സൽസന്താനങ്ങൾ ഉണ്ടാകാനും വേണ്ടിയാണ് അയ്യപ്പൻ പാട്ട് നടത്തുന്നത്. അയ്യൻ എന്നത് പാലായിലെ അയ്യ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ശ്രേഷ്ഠൻ എന്ന അർത്ഥം സംസ്കൃതത്തിലെ ആര്യ എന്ന പദത്തിൽ സമാനമായ പാലി പദമായാണ് അയ്യ. ഇത് ദ്രാവീകരിച്ച് അയ്യനും അയ്യപ്പനുമായത്.
സംഘകാലത്തിൻ്റെ 6 തിണകളിലൊന്നായ കുറിഞ്ഞിലിൽ ആരാധിക്കുന്ന ചേയോൻ മലയാള നാട്ടിൽ ചാത്താവ്, തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ ചാത്തൻ, വടക്കൻ കേരളത്തിൽ ആയി മാറുന്ന സംസ്കൃതത്തിൻ്റെ വരവോടെ ചാത്താവ് ശാസ്താവ് ആക്കപ്പെന്നും കരുതപ്പെടുന്നു. തമിഴ്നാട്ടിൽ മുരുകനായി മാറിയതും ഇതേ ചേയോൻ തന്നെ. ബുദ്ധമതത്തിൻ്റെ ക്ഷയവും ഇത് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ നിരീക്ഷണയുക്തമാണ് പറയാൻ സാധിക്കുന്നത്. ശാസ്താ ക്ഷേത്രത്തിൽ കൂടുതലും തെക്കൻ കേരളത്തിലാണെന്നും വടക്ക് ചാത്തനെ ആരാധിക്കുന്നു എന്നുള്ളത് ഇതിന് ബലമേകുന്നു. മലയാള നാടിൻ്റെ കാവൽ ദൈവമായ ശാസ്താവിനെ കൊണ്ടുവരുന്നു. ചോളന്മാരാർ ശബരിമല ഉൾപ്പെടെയുള്ള ശാസ്താ ക്ഷേത്രത്തിൽ പലപ്പോഴായി തർക്കങ്ങൾ ഉൾപ്പെട്ട് ഇതിനാലാണെന്ന് അറിയപ്പെടുന്നു. ശാസ്താവ് അഥവാ അയ്യപ്പൻ ഹിന്ദു ദേവനാകപ്പെട്ട ബുദ്ധനാണെന്നും അതിനു മുമ്പ് അതൊരു ദ്രാവിഡ ദേവനായിരുന്നുവെന്നും ശാസ്താദേവ എന്ന പേരിൽ തന്നെ ബുദ്ധനെ കണ്ടെത്താമെന്നും ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇത് തെറ്റാണെന്നും ബുദ്ധനായുള്ള അതിജീവിതമാണ് ബന്ധമെന്ന് പറയുന്നു. ചരിത്രമെഴുതിയ PR രാമവർമ്മ അനുമാനിക്കുന്നത് അയ്യപ്പൻ ക്രിസ്തുവർഷം 1006 ജനിച്ചതെന്ന്. ശാസ്താവ് എന്നത് ബുദ്ധൻ്റെ പര്യായമായി ഉപയോഗിക്കപ്പെടുന്നു. ധർമ്മം എന്നത് ബുദ്ധധർമ്മം എന്നതിൻ്റെ മലയാളീകരിച്ച പദമായും അവർ സൂചിപ്പിക്കുന്നു. ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ ബുദ്ധമതാചാരങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും പറയുന്നു. എനിക്ക് ഇതൊക്കെ ഞാൻ അറിഞ്ഞത് ഫുള്ളും നമ്മുടെ വിക്കിപീഡിയ, ഗൂഗിളിലുള്ള വിക്കിപീഡിയ വായിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പം നിങ്ങളും എന്നെ പോലെ നിങ്ങളിതുപോലെ ചെറിയ ചെറിയ അറിവുകൾ കണ്ടെത്തി വായിച്ച് പഠിക്കുക. നമുക്ക് പണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും. അവർക്കും അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വിക്കിപീഡിയ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. പല പല ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഇനിയും പുതിയ പുതിയ ബുക്സുകൾ വായിച്ച് പലയിടത്തുനിന്ന് അറിവുകൾ നേടി നമുക്ക് അയ്യപ്പസ്വാമിയെക്കുറിച്ചുള്ള പല പല കഥകളും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിഞ്ഞ കഥകളും നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലായ ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് അയച്ചു തരാം. നിങ്ങളെല്ലാവരും ഇതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സ്വാമിയേ ശരണയ്യപ്പ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അനിയൻ്റെയും ഒക്കെ കിട്ടുന്നവരെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം. സ്വാമിയേ ശരണയ്യപ്പ.